പരമ്പരാഗത വൈര്യം മറന്ന് നിശ്ചിത ലീഗ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകാൻ BJP പ്രവർത്തിച്ചു. ആ വോട്ട് പാഴാകില്ലെന്നും BJP സ്ഥാനാർത്ഥികളായ KG മാരാർ, K രാമൻപിള്ള, O രാജഗോപാൽ എന്നിവർക്ക് UDF വോട്ട് നൽകി ജയിപ്പിക്കുമെന്നും അവർ ഉറച്ചു വിശ്വസിച്ചു. അസ്പൃശ്യതക്കന്ത്യം കുറിച്ച മുന്നണി രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ BJP കടന്ന ആ തന്ത്രം തെരഞ്ഞെടുപ്പ് വേളയിൽ ഏറെ പ്രകീർത്തിക്കപ്പെട്ടു. ഇത് KG മാരാരുടെ ആത്മകഥയായ രാഷ്ട്രീയത്തിലെ സ്നേഹസാഗരം എന്ന ബുക്കിലെ വരികളാണ്. അതിൽ പാഴായിപ്പോയ പരീക്ഷണം എന്നൊരു അധ്യായം ഉണ്ട്. ആ അധ്യായത്തിലാണ് ഈ കാര്യം പറയുന്നത്. ഇനി നമുക്ക് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കാം. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ സത്യവിശ്വാസികൾ തള്ളിപ്പറയുമോ എന്ന തലക്കെട്ടോടെയുള്ള ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെതാണ് ഈ FB പോസ്റ്റ്. 2025 60 ബുക്ക് വായിച്ചെന്ന് ബഡായി പറയുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ഒരു അഭ്യർത്ഥന. അദ്ദേഹം 2026 120 ബുക്കെങ്കിലും വായിക്കണം. അതിലൊന്ന് KG മാരാരുടെ ആത്മകഥയായ രാഷ്ട്രീയത്തിലെ സ്നേഹസാഗരം എന്ന ബുക്കാകണം. അതിൽ പാഴായിപ്പോയ പരീക്ഷണം എന്നൊരു അധ്യായമുണ്ട്. അത് എന്തായാലും സതീശൻജി വായിക്കണം. കേരളത്തിൽ UDF BJP പരസ്യ കൂട്ടുകെട്ടിനെ കുറിച്ച്, അതായത് കോലീബി സഖ്യം, BJP സംസ്ഥാന പ്രസിഡന്റായ KG മാരാർ ആ അധ്യായത്തിൽ പറയുന്നുണ്ട്. 1991 നിയമസഭയിലേക്കും ലോകസഭയിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കോഴിക്കോട് BJP ഓഫീസിലും ലീഗ് ഹൗസിലും, തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിലും, പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലും മാരത്തോൺ ചർച്ച പൊടിപൊടിക്കുകയാണ്. K കരുണാകരനും പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും KG മാരാരും K രാമൻപിള്ളയുമാണ് ഈ ചർച്ചകൾക്കൊക്കെ ചുക്കാൻ പിടിച്ചത്. അങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ അവിശുദ്ധ കൂട്ടുകെട്ട് യാഥാർത്ഥ്യമായി. അതാണ് ബേപ്പൂർ വടകര മോഡൽ കോലീബി സഖ്യം. ബേപ്പൂരിൽ RSSകാരനും ബാലഗോകുലം രക്ഷാധികാരിയുമായിരുന്ന ഡോക്ടർ K മാധവൻകുട്ടി UDF BJP സംയുക്ത സ്ഥാനാർത്ഥിയായി. വടകരയിലോ അവിടെ കോൺഗ്രസ് സഹയാത്രികൻ അഡ്വക്കേറ്റ് M രക്തസിംഗ് സംയുക്ത സ്ഥാനാർത്ഥി. എന്നാൽ രണ്ടുപേരും തോറ്റു തുപ്പിയിട്ടു. മതനിരപേക്ഷ കേരളം ബേപ്പൂരിൽ TK ഹംസയെയും വടകരയിൽ KP ഉണ്ണികൃഷ്ണനെയും വിജയിപ്പിച്ചു. പക്ഷേ ആ കൂട്ടുകെട്ട് അവിടെ മാത്രം നിന്നില്ല എന്നാണ് KG മാരാർ പറയുന്നത്. മഞ്ചേശ്വരത്ത് KG മാരാർ, തിരുവനന്തപുരത്ത് K രാമൻപിള്ള, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ O രാജഗോപാൽ എന്നീ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാമെന്ന് UDF ഏറ്റിരുന്നു എന്ന് KG മാരാർ തുറന്നു പറയുന്നു. മതനിരപേക്ഷ കേരളം ആ അവിശുദ്ധ കൂട്ടുകെട്ടിനെയും അറബിക്കടലെറിഞ്ഞു. അതുകൊണ്ടാണ് തുറന്നെഴുത്തിലും ആ പരീക്ഷണം പാഴായി എന്ന് KG മാരാർ പറഞ്ഞത്. പക്ഷേ ഈ കൂട്ടുകെട്ട് ഇന്നും തുടരുകയാണ്. നമുക്കറിയാം, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് ആരാണ് വിജയിച്ചത്? BJPയിലെ O രാജഗോപാലിനെ വിജയിപ്പിച്ചത് ആരാണ്? കോൺഗ്രസ്. അങ്ങനെ കേരള ചരിത്രത്തിൽ ആദ്യമായി കേരള നിയമസഭയിൽ BJP അക്കൗണ്ട് തുറന്നു. പക്ഷേ 2021 CPMലെ V ശിവൻകുട്ടി ആ അക്കൗണ്ട് എന്നേക്കുമായി പൂട്ടി. പക്ഷേ UDF BJP കൂട്ടുകെട്ട് അവിടെ നിന്നില്ല. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതിന്റെ കറ ഇപ്പോഴും കോൺഗ്രസിന്റെ കൈപ്പത്തിയിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ തന്നെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും ആ കൂട്ടുകെട്ട് നിർബാധം തുടർന്ന്. ഇനി മറ്റൊരു ബുക്ക് കൂടി സതീശൻജി വായിക്കണം. അത് മറ്റൊന്നല്ല, ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകൻ അബുൽ അല മൗദൂദിയുടെ മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം ഒരു താത്വിക വിശകലനം എന്ന MA കാരപ്പഞ്ചേരിയുടെ ബുക്കാണ്. അതിൽ ഇങ്ങനെ പറയുന്നു: നമ്മുടെ വീക്ഷണത്തിൽ മതനിരപേക്ഷത, ദേശീയത, ജനാധിപത്യം എന്നീ 3 ആശയങ്ങളും അബദ്ധജടിലങ്ങളാണ് എന്ന് മാത്രമല്ല, മനുഷ്യൻ ഇന്ന് അകപ്പെട്ടു പോയിട്ടുള്ള സകല ദുരിതങ്ങളുടെയും വിനാശങ്ങളുടെയും നാരായ വേരാണ് എന്ന് നാം ദൃഢമായി വിശ്വസിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് മറ്റാരുമല്ല, ഹുക്കൂമത്തെ ഇലാഹി, അതായത് മതരാഷ്ട്രം ആണ് തങ്ങളുടെ അജണ്ട എന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകൻ അബുൽ അല മൗദൂദിയുടെ വാക്കുകളാണ് അത്. ആ പുസ്തകം കൂടി ഒന്ന് VD സതീശൻ വായിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടെന്നല്ലേ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് VD സതീശൻ പറഞ്ഞത് നമ്മൾ കേട്ടു. ജമാഅത്തെ ഇസ്ലാമി അദ്ദേഹം എങ്ങനെയാണ് വെളുപ്പിച്ചെടുത്തത്? ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും 4 വോട്ടിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം കൈയൊഴിഞ്ഞ് എന്ന് യാതൊരു ലജ്ജയുമില്ലാതെ തുറന്നു പറഞ്ഞ വ്യക്തിയാണ് VD സതീശൻ. ആ VD സതീശന്റെ തലക്ക് മുകളിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ മുൻ അസിസ്റ്റന്റ് അമീറും അവരുടെ ആശയപരമായ പ്രചരണത്തിന് നേതൃത്വം നൽകുന്ന പ്രബോധന മാസികയുടെ എഡിറ്ററും ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസിന്റെ ചുമതലക്കാരൻ കൂടിയായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറഞ്ഞത് മതരാഷ്ട്രവാദം തള്ളിക്കളയാൻ ഒരാൾക്കും സാധിക്കില്ല എന്ന്. ഇനിയെങ്കിലും
വി.ഡി. സതീശനും മുസ്ലിം ലീഗും കോൺഗ്രസിന്റെ മറ്റു നേതാക്കളും ജമാഅത്തെ ഇസ്ലാമിയെയും BJPയെയും തങ്ങളുടെ നുകത്തിന്റെ 2 അറ്റത്ത് കെട്ടിയുള്ള ഈ യാത്ര അവസാനിപ്പിക്കണം. വി.ഡി. സതീശന് RSSുമായുള്ള ബന്ധം നേരത്തെ കേരളം കണ്ടതാണ്. RSS സ്ഥാപകനായ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ നിലവിളക്ക് കൊളുത്തി കുമ്പിട്ട് നമസ്കരിച്ച വി.ഡി. സതീശന്റെ പടം, ആ രൂപം, ആ ചിത്രം ഇന്നും നമ്മുടെ മുമ്പിലുണ്ട്. RSSന്റെ താത്വികാചാര്യനായ P. പരമേശ്വരന്റെ പുസ്തകം തൃശ്ശൂരിൽ പ്രകാശനം ചെയ്ത് RSSനെ പ്രകീർത്തിച്ച് ഘോരഘോരം സംസാരിച്ച വി.ഡി. സതീശനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിച്ചെടുത്ത വി.ഡി. സതീശനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. 5ാം മന്ത്രിസ്ഥാന വിവാദ കാലത്ത് മുസ്ലിം ലീഗിനെതിരെയും അതൊരു മതത്തിന്റെ ധ്രുവീകരണമാണ് എന്നും പരസ്യമായി പറഞ്ഞ വി.ഡി. സതീശനെയും കേരളം കണ്ടിട്ടുണ്ട്. ആ വി.ഡി. സതീശനോട് ഒന്നേ പറയാനുള്ളൂ, ഇത് മതനിരപേക്ഷ കേരളമാണ്. ഈ മതനിരപേക്ഷ കേരളത്തെ തകർക്കുന്ന രീതിയിൽ ഒരു ഭാഗത്ത് RSSനെയും മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയെയും കൂട്ടിക്കെട്ടി അദ്ദേഹം ഈ കേരള രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകരുത്. അത് കേരളത്തിന്റെ നിലവിലെ സാഹചര്യത്തിന് വലിയ പരിക്ക് നൽകും. അത് തിരിച്ചറിഞ്ഞ് അദ്ദേഹം തിരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.